നിരവധി കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെ സൃഷ്ടിച്ച ഒരു നാട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മുൻ രാഷ്ട്രപതി ശ്രീ KR നാരായണൻ, കേരളത്തിലെ മുൻ ധനകാര്യമന്ത്രി ശ്രീ KM മാണി സാർ, ശ്രീ ജോസ് കെ മാണി MP, ശ്രീ മാണി C കാപ്പൻ MLA, ലോകത്തിലെ ഏറ്റവും വലിയ സഞ്ചാരികളിൽ ഒരാളും സഫാരി ചാനൽ MD-യുമായ ശ്രീ സന്തോഷ് ജോർജ് മുളകര, പ്രശസ്ത സംവിധായകൻ ബദ്രൻ സാർ, പ്രശസ്ത സിനിമാ നടൻ ചാലി പാല, പ്രശസ്ത നടിമാരായ മിയ ജോർജ്, റിമി ടോമി, ദർശന, അങ്ങനെ ഒരുപാട് പേരുടെ ഒരു നാടാണ് പാല എന്ന് പറയുന്നത് അല്ലേ? എക്സാക്ട്ലി. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് പാലയെ കുറിച്ചാണ്. പാല എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും മുൻപന്തിയിലാണ് എന്ന് നിങ്ങൾക്കറിയാം. കാരണം കേരളത്തിലുള്ള നിരവധി ജനങ്ങളാണ് എപ്പോഴും പാലയെ കുറിച്ച് പെട്ടെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഇപ്പോൾ പാല ബ്രില്യൻ സ്റ്റഡി സെന്റർ ആണ്. അപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് പാലായിലെ KSRTC ഡിപ്പോയിലാണ്. മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമെല്ലാം പാലായിലെത്തുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും എല്ലാം കൃത്യമായി അവരെ ബ്രില്യന്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സൗകര്യങ്ങളും പാലായിലെ നാട്ടുകാർ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിപ്പോൾ ബസ്സായാലും ഓട്ടോ ആയാലും മറ്റ് ടാക്സി വാഹനങ്ങളായാലും ഇങ്ങനെ ഏത് തരത്തിലെടുത്ത് നോക്കിയാലും നമ്മുടെ കുട്ടികളെ കൃത്യമായി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സഹകരണം പാലായിലെ മുഴുവൻ ജനങ്ങളിൽ നിന്നും നമുക്കുണ്ടാവാറുണ്ട്. നിങ്ങൾ ഇവിടെ വന്ന് ആരോട് വഴി ചോദിച്ചാലും കാര്യങ്ങൾക്കും ഒക്കെ ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു സഹകരണം എന്ന് പറയുന്നത് വിവരണാതീതമാണ്. അവർ അത്രയ്ക്ക് ഹാപ്പിയാണ് നിങ്ങൾക്ക് വഴിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാം. അപ്പം സമയം എന്താ ഇപ്പോൾ കൃത്യം 8:10. പാലായിൽ നിന്ന് മുത്തോലിയിലേക്ക് ഏകദേശം 3 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ ഇതൊരു ക്യാമ്പസ് ടൂറാണ്, എൻറ്റയർ ക്യാമ്പസ് ടൂർ. നമ്മൾ പാലായിൽ നിന്ന് തുടങ്ങുകയാണ്, നമ്മൾ മുത്തോലിയിൽ നമ്മുടെ മെയിൻ ബ്ലോക്കിലേക്ക് ചെല്ലുമ്പോൾ എന്നിട്ട് നമ്മുടെ ക്യാമ്പസ് മെയിൻ ബ്ലോക്കിലെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്കായിട്ട് കാണിച്ചു തരും അല്ലേ? ഓക്കെ. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പേര് എഴുതി വെച്ച് ഒരു KSRTC ബസ് നമ്മുടെ പാല ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പൊ കേരളത്തിലെങ്ങും കാണാൻ കഴിയാത്ത ഒരു കാഴ്ചയല്ലേ, വളരെ റെയർ ആയിട്ട് മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ്. ആ കാഴ്ചയ്ക്കാണ് നിങ്ങൾ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. നമ്മുടെ ബസ്സിൽ ചേട്ടന്മാരും നമ്മുടെ കണ്ടക്ടർ ചേട്ടനും ഡ്രൈവർ ചേട്ടനും കയറിയിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റ് ഇടവിട്ട് വണ്ടികളുണ്ട് കേട്ടോ. വണ്ടികൾ കൊടുങ്ങൂർ ഭാഗത്തേക്ക് ബ്രില്ലിലേക്ക് പോകുന്നുണ്ട്. ചേട്ടാ 2 ബ്രില്യന്റ്. അപ്പൊ ഒരാൾക്ക് നേരെ പാലായിൽ നിന്ന് നമ്മുടെ ബ്രില്യന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വെറും 13 രൂപ ടിക്കറ്റാണ്. ഓക്കെ, അപ്പൊ ചേട്ടൻ നമുക്ക് രാവിലെ വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് ടിക്കറ്റ് ഒക്കെ തന്ന ഐശ്വര്യമായിട്ട് നമ്മളാണ് കേട്ടോ കഴിഞ്ഞിട്ട് കിട്ടിയത്. എപ്പോഴൊക്കെയാണ് നമ്മുടെ സർവീസുകളുള്ളത്? സർവീസ് ആരംഭിക്കുന്ന 6:30 രാവിലെ 6:30 അല്ലേ? ആ സർവീസ് വൈകിട്ട് 7:30 വരെ, വൈകുന്നേരം 7:30 വരെ ഉണ്ടല്ലോ. അതായത് മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഒക്കെ ഒരു പ്രശ്നവും കൂടാതെ നമ്മുടെ ഡിപ്പോയിൽ വരാൻ, നമ്മുടെ വണ്ടിയിൽ പോകാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ബ്രില്യന്റിൽ എത്തിയിരിക്കുകയാണ്. പാലായിൽ നിന്ന് 5 മിനിറ്റ് പോലും വേണ്ടായിരുന്നു അല്ലേ? അപ്പൊ 2024 റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് ബ്രില്യന്റിന്റെ മെയിൻ ക്യാമ്പസിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ എല്ലാവരും നമ്മുടെ ക്യാമ്പസിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് ഈ ഒരു മെയിൻ കവാടം കടന്നുകൊണ്ടാണ്. യെസ്, ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ 40 വർഷമായി ചരിത്ര വിജയികളെ സമ്മാനിച്ച നമ്മുടെ ക്യാമ്പസാണ്, നമ്മുടെ മെയിൻ ബ്ലോക്കാണ്. നമ്മുടെ മെയിൻ ബ്ലോക്കിലേക്ക് ആ വിദ്യാർത്ഥികൾ കടന്നു പോവുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു പ്രധാനപ്പെട്ട കവാടത്തിലൂടെയാണ്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഈ ഒരു കവാടം പിന്നിട്ട് അകത്ത് എന്തൊക്കെ ക്രമീകരണങ്ങളാണ് 2024 റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് വരാനിരിക്കുന്ന വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നതെന്ന് അറിയണ്ടേ? പുതിയൊരു ലോകം, ഇളം തെന്നൽ മൂളുന്ന ഗാനം, ഇളവയിൽ പോലുള്ള സ്നേഹം, കിനാക്കൾ കടം തന്ന ലോകം. യെസ്, 2023 ബ്രില്യന്റ് റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വരുന്ന വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും എല്ലാം കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ കയറി വരുമ്പോൾ കാണുന്നത് നമ്മുടെ 2022 വിജയം സൃഷ്ടിച്ച വിജയികളെയാണ്.
2022 വിജയം സൃഷ്ടിച്ച വിജയികളെ മാത്രമല്ല നമ്മുടെ 2023 അതെ. ജെമെയിൻ പരീക്ഷയിലടക്കം നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ ക്യാമ്പസിലെ ചുണക്കുട്ടികളാണ് 1ാം സ്ഥാനം ഉൾപ്പെടെയുള്ള ആദ്യത്തെ ഉന്നത റാങ്കുകൾ കരസ്ഥമാക്കിയത്. 100 റാങ്ക് വരെയുള്ള ഒരു വിദ്യാർത്ഥികളുടെ പടമാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി വിദ്യാർത്ഥികൾ അതായത് അഡ്മിഷൻ കരസ്ഥമാക്കി ഇപ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കരസ്ഥമാക്കി ബ്രില്ലിൽ നിന്ന് അർഹിച്ച വിജയം നേടിപ്പോയ വിദ്യാർത്ഥികളുടെ പടം വെക്കാനാണെങ്കിൽ 4000-ലധികം വിദ്യാർത്ഥികളുണ്ട്. നമുക്ക് അവരുടെയൊക്കെ ഫോട്ടോ വെക്കാനാണെങ്കിൽ നമുക്ക് ഈ എൻ്റെ ക്യാമ്പസ് തന്നെ മതിയാകാതെ വരുന്നൊരു സാഹചര്യം. അപ്പോൾ 2022-ലും 2023-ലും വിജയം നേടിയ വിദ്യാർത്ഥികളുടെ പടങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ഓരോ പടങ്ങളും ഈ ഓരോ വിജയികളെയും കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഈ ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ കാണാം, ഇത് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് അല്ലേ. കയറി വരുമ്പോൾ തന്നെ ഒരു ഫ്രഷ് ഫീലൊക്കെ ലഭിക്കുന്ന ഒരു അടിപൊളി കിടിലൻ ക്യാമ്പസാണ്. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ മെയിൻ ക്യാമ്പസിലെ ഓരോ കാര്യങ്ങളും നിങ്ങളെ ഞെട്ടിക്കുമെന്നത് നിസ്സംശയം പറയും. ബ്രില്യന്റിന്റെ ഈ മെയിൻ ക്യാമ്പസിൽ തന്നെ 3 ബ്ലോക്കുകളുണ്ട്, ABC. ഈ 3 ബ്ലോക്കുകളിലുമായാണ് 200-ലധികം ക്ലാസുകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആദ്യ നിലയിൽ തന്നെയാണ് നമ്മുടെ ഡയറക്ടേഴ്സ് റൂം, അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ്, അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ടീം, അതുപോലെ നിരവധി ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു A ബ്ലോക്കിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 200-ലധികമാണ് നമ്മുടെ ക്ലാസ് മുറികൾ. അത് ഈ മെയിൻ ബ്ലോക്കിൽ മാത്രമാണെന്ന് ഓർക്കണം. നമ്മുടെ മെയിൻ ബ്ലോക്കിൽ മാത്രമേ 200-ലധികം ക്ലാസ് റൂമുകൾ, അതിനകത്ത് AC ഉണ്ട്, നോൺ AC ഉണ്ട്, അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയ ക്ലാസ് റൂമുകളാണ് ഉള്ളത്. നമ്മൾ ക്ലാസ് റൂമുകളിലെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ക്ലാസ് റൂമുകളിലേക്കും മറ്റ് ക്രമീകരണങ്ങളിലേക്കും പോകാം. കൂടെ പോരേ. സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളുടെ എല്ലാം ഓർമ്മയിൽ എപ്പോഴും ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഇടനാഴികൾ എന്ന് പറയുന്നത്. അപ്പോൾ ദാ നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഇടനാഴിയാണ് ബ്രില്യന്റിലെ ഈ ഒരു ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വളരെ വിശാലമായി തയ്യാറാക്കിയിരിക്കുന്ന ഇടനാഴികളാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വളരെ കംഫർട്ടായിട്ട് ക്ലാസ്സുകളിലേക്ക് വരുന്നതിനും ഇവിടുന്ന് പോകുന്നതിനും ഒക്കെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ മൊത്തത്തിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നല്ല കാറ്റും വെളിച്ചവും വെട്ടവും ഒക്കെ കിട്ടി നല്ല അല്ലെ കംഫർട്ട് ആയിട്ട് ഒരു റിഫ്രഷ്മെന്റ് അല്ലേ. അതേ നേരം ഫ്രഷ് ആയിട്ടിരുന്ന വിദ്യാർത്ഥികൾ ഒരു ഫ്രഷ് എയറിന്റെ ഒരു സാന്നിധ്യത്തോടു കൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങളാണ് ബ്രില്യന്റിന്റെ ഈ ഒരു ക്യാമ്പസിലുടനീളം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ബ്രില്യന്റിന്റെ ഒരു ക്ലാസ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ക്ലാസ് റൂമിലേക്ക് പ്രവേശിച്ച് നോക്കട്ടെ. ഇനി വരുന്ന അതായത് 2024-ലെ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ കാത്ത് ഒരു കിട്ടിലൻ ക്ലാസ് റൂമാണ് ഇവിടെ സെറ്റ് ആയിരിക്കുന്നത്. ഈ ക്ലാസ് റൂമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്ലാസ് റൂം എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്നതാണ്. AC സൗകര്യത്തോടു കൂടി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത നമ്മുടെ സ്പീക്കർ സംവിധാനമാണ്. അതായത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകളൊക്കെ നല്ല ക്ലാരിറ്റിയോട് കൂടി കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സംവിധാനമാണ് നമ്മളിവിടെ ഈ ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ കുട്ടികളൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം, ഏകദേശം 50ഓളം വിദ്യാർത്ഥികൾക്ക് ഒരു ക്ലാസ് റൂമിൽ ഇരിക്കാം. പക്ഷേ നമ്മുടെ പ്രൊഫസേഴ്സ് പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും ഏറ്റവും ക്ലിയർ ആൻഡ് ക്ലാരിറ്റിയോടുകൂടി വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടതുള്ളത് കൊണ്ട് ഈ സ്പീക്കർ സംവിധാനം പോലെ തന്നെ ഇവിടെ നമ്മുടെ ക്ലാസ് റൂമിൽ ഒരുക്കിയിരിക്കുന്ന ഒന്നാണ് സ്മാർട്ട് ബോർഡ്. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് റൂമുകളെല്ലാം നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന എല്ലാ ക്ലാസ് റൂമുകളും പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ വർഷത്തെ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക്, പ്രത്യേകിച്ച് ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ നമ്മുടെ ക്യാമ്പസ് ഒന്ന് വന്ന് ക്യാമ്പസ് കാണാനോ അല്ലെങ്കിൽ ക്യാമ്പസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം കാണും. പക്ഷേ അവർക്ക് സാധിക്കാത്ത വിദ്യാർത്ഥികളുടെ ലോകം എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റുഡിയോ കോംപ്ലക്സ് ആണ്. ഇതുപോലെ നമ്മുടെ മെയിൻ ബ്ലോക്കിലും അതുപോലെ തന്നെ നമ്മുടെ വിവിധ ബ്ലോക്കുകളിലെല്ലാം ഇത്തരം വിവിധങ്ങളായ സ്റ്റുഡിയോ കോംപ്ലക്സുകൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം 40-ലധികം സ്റ്റുഡിയോകളാണ് ഈ ഒരു ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ക്യാമ്പസിൽ ഉടനീളം പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ ഒരു വർഷം റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്നത് റെക്കോർഡഡ് ആയിട്ടും ലൈവ് ക്ലാസ്സുകളുമായിട്ടാണ്. അപ്പോൾ ലൈവായും റെക്കോർഡഡ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്നതിന് പിന്നിൽ ഇത്തരം സ്റ്റുഡിയോകളാണ്. ഏറ്റവും ടെക്നോളജിയാൽ സമ്പന്നമായ സ്റ്റുഡിയോകൾ എന്ന് തന്നെ പറയണം. കാരണം ഇവിടെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു വലിയൊരു
വലിയൊരു സംഘം ടീം തന്നെ ഇതിന് പിന്നിലായിട്ട് വലിയൊരു പ്രവർത്തിക്കുന്നുണ്ട്. ടീം തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാം കൃത്യമായ കോർഡിനേഷന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾക്ക് ഓൺലൈനിൽ കൃത്യമായ ക്ലാസ്സുകൾ ലഭിക്കുന്നത്. അതും കേരളത്തിലെ ഏറ്റവും നമ്പർ 1 ടോപ്പ് നോച്ച് ഫാക്കൽറ്റികളുടെ ക്ലാസ്സുകളാണ് വിദ്യാർത്ഥികളെ എല്ലാവരെയും കാത്തിരിക്കുക. സോ ഓൺലൈനിലും അതുപോലെ തന്നെ നമ്മുടെ ഓഫ്ലൈനിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു സ്ഥലം എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ ഇ ലേണിംഗ് ആപ്പിലൊക്കെ ക്ലാസ്സുകൾ അല്ലെ, റെക്കോർഡഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും ഒക്കെ അവർക്കും ലഭ്യമാണ്. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇതുപോലെ ലൈവ് ക്ലാസ്സുകൾ, ഡെമോ ക്ലാസ്സുകളെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട്. അതെല്ലാം ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, സ്റ്റുഡിയോ കോംപ്ലക്സിലാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ബ്രില്യന്റ് സ്റ്റുഡിയോ കോംപ്ലക്സ്. യെസ്, 2024 റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഈസി ആയിട്ട് ക്ലാസ്സുകളിലേക്കും ലൈബ്രറികളിലേക്കും റെഫറൻസ് റൂമുകളിലേക്കും ഒക്കെ എത്താൻ വേണ്ടിയിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ലിഫ്റ്റ് ഫെസിലിറ്റി. തീർച്ചയായിട്ടും വിദ്യാർത്ഥികളുടെ എല്ലാം കംഫർട്ട് എല്ലാ കാലവും ബ്രില്യന്റ് സ്റ്റഡി സെന്റർ ഉറപ്പുവരുത്തുന്നു എന്നുള്ളതിന്റെ ഒരു ഏറ്റവും വലിയൊരു തെളിവ് കൂടിയാണിത്. ഇതുപോലെ തന്നെ ഇടനാഴികളും സ്റ്റെപ്പ് ഫെസിലിറ്റികളും എല്ലാം ഈ ഒരു ക്യാമ്പസിലുടനീളമായിട്ടുണ്ട്. ഓരോ അധ്യയന വർഷവും പ്രവേശന പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും ഒപ്പം മുന്നൊരുക്കങ്ങൾ നടത്തി അതിനുവേണ്ടി ദിവസങ്ങൾ മാറ്റിവെച്ച് ഓരോ കുട്ടിയും അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നവരെ അവരോടൊപ്പം നിൽക്കുന്ന ഒരു കൂട്ടം അധ്യാപകർ അവരുടെ തയ്യാറെടുപ്പുകൾ, ആകുലതകൾ, സന്തോഷങ്ങൾ, നിശ്വാസങ്ങൾ ഏറ്റുവാങ്ങുന്ന അവരുടെ ലോകം ഞങ്ങളുടെ പ്രൊഫസേഴ്സ് റൂം. കേരളത്തിൽ ആകമാനമുള്ള ബ്രില്യന്റിലെ പല സെന്ററുകളിൽ നിന്നും ക്ലാസ് എടുത്തു വരുന്ന അധ്യാപകർ ഒരുമിച്ച് കാണുന്ന ഒരു ലോകം കൂടിയാണ്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യ ഭൂപടത്തിന്റെ പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള അധ്യാപക പ്രാതിനിധ്യം ഈ പ്രൊഫസേഴ്സ് റൂമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇതേ പ്രൊഫസേഴ്സ് തന്നെയാണ് നമ്മുടെ റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ ബ്രില്യന്റിലെ വിവിധ ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന, അതായത് 7 ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന ബ്രില്യന്റിന്റെ എല്ലാ ക്യാമ്പസിലേക്കും എത്തുന്നത്. അതിവിപുലമായ പുസ്തക ശേഖരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ലോകത്ത് നിൽക്കുന്ന ഫീൽ കിട്ടുന്നതിന് നമ്മളിപ്പോൾ നിൽക്കുന്നത് റെഫറൻസ് ലൈബ്രറിയിലാണ്. ഒരിക്കൽ കൂടി എടുത്തു പറയുകയാണ്, ലൈബ്രറി അല്ല, റെഫറൻസ് ലൈബ്രറി. യെസ്, അപ്പൊ ജോർജ് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, ഇത് ലൈബ്രറി അല്ല റെഫറൻസ് ലൈബ്രറി ആണെന്ന്. അപ്പോൾ നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും എന്താണ് ലൈബ്രറിയും റെഫറൻസ് ലൈബ്രറിയും തമ്മിലുള്ള ആ വ്യത്യാസം എന്താണെന്ന്. അപ്പോൾ റെഫറൻസ് ലൈബ്രറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രില്യന്റിൽ വന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഏത് നേരം വരെയും, രാത്രിയിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 9 മണി വരെ വിദ്യാർത്ഥികൾക്ക് അവർ ഏത് പുസ്തകമാണോ റെഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം അവരിയ്ക്കുന്ന അതേ സ്ഥലത്ത് തന്നെ അവർക്ക് അവൈലബിൾ ആവുന്നു എന്നുള്ളതാണ്. അപ്പോൾ NCERTയുടെ ബുക്കുകൾ അടക്കം ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാ പുസ്തകങ്ങളും നമ്മളിവിടെ ഈ റെഫറൻസ് ലൈബ്രറിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ JEE നീറ്റിനൊക്കെ തയ്യാറെടുക്കുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ എടുക്കുന്ന ഒരു വിപുലമായ റെഫറൻസ് ലൈബ്രറിയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. യെസ്, അപ്പോൾ റെഫറൻസ് ലൈബ്രറി നിങ്ങൾ എന്താണെന്ന് കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബ്രില്യന്റിന്റെ വിപുലമായ ആ ലൈബ്രറി ലോകത്തെയാണ്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകൾക്കായി ബ്രില്യന്റിന്റെ ക്യാമ്പസിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന വളരെ വലിയ ലൈബ്രറി സംവിധാനമാണ് നിങ്ങളിപ്പോൾ ഈ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് മറ്റൊരു പ്രത്യേകത എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു സമയപരിധിയിൽ എപ്പോൾ വേണമെങ്കിലും അല്ലെ കുട്ടികൾക്ക് ഇവിടെ ആക്സസ് ചെയ്ത പുസ്തകങ്ങളൊക്കെ എടുത്ത് പഠിക്കാൻ സാധിക്കുമെന്നത് എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. മാനസികമായും ശാരീരികമായും ആരോഗ്യപരമായും ഒരുപക്ഷെ കുട്ടികൾ ഈ പഠന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് നേരിട്ടാലും മുഴുവൻ സമയ ഡോക്ടറും നേഴ്സുമാരും ഉൾപ്പെടെയുള്ള വലിയ ഒരു മെഡിക്കൽ ടീം തന്നെ 24 മണിക്കൂറും സജ്ജമാണ്. എല്ലാവിധ അവശ്യ മരുന്നുകൾ നൽകി കുട്ടികളെ പരിചരിക്കുന്നതിലും ബ്രില്യന്റ് ടീം മുൻപന്തിയിൽ തന്നെ.
യെസ്, അപ്പോൾ നമ്മൾ ഇത്രയും നേരം ബ്രില്യൻറ്റിലെ അക്കാഡമിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണല്ലേ ജോർജ് കണ്ടത്. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇന്റർവൽ ടൈമിലും അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ടുമൊക്കെ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിലാക്സിംഗ് പോയിന്റിലേക്കാണ് പോകുന്നത്. യെസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സുകളുടെയൊക്കെ വരാന്തകളോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു റിലാക്സിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് ഇതെന്ന് ഞങ്ങൾ ഇതിനോടകം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ളൊരു ആംബിയൻസ് ആണ് ഈ ഒരു ബ്രില്യൻറ്റ് ഈ ഒരു നമ്മുടെ ഈ ഒരു റിലാക്സിംഗ് പോയിന്റിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ റിലാക്സിംഗ് പോയിന്റ് ആണ് എന്ന് ഇപ്പോൾ പറഞ്ഞു. പക്ഷെ എന്താണ് ഈ ഒരു റിലാക്സിംഗ് പോയിന്റിൽ നമ്മുടെ വരാനിരിക്കുന്ന വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടും അവർക്ക് അറിയാനൊരു ആകാംക്ഷ ഉണ്ടായിരിക്കും. ഇതിനോടൊക്കെ ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് എല്ലാവരും അറിയാമെന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നമുക്ക് അവിടേക്ക് ഒന്ന് പോകാം. ചേട്ടാ, എന്താ നമുക്ക് കുടിക്കാനുള്ള? കുടിക്കാൻ ഇപ്പം നമുക്ക് ലൈം ജ്യൂസ് ഉണ്ട്, ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട്, തണ്ണിമത്തനുണ്ട്, പിന്നെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട്, പിന്നെ ലൈവായിട്ട് നമ്മൾ ഓറഞ്ച് ജ്യൂസ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്ര ഐറ്റംസ് ഒക്കെ ഉണ്ട്. കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട്, ഏകദേശം ഒരു ഷേക്കിന്റെ ടേസ്റ്റ് ആയിട്ട് വരുന്നതാണ് മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാം ഉണ്ട്. വിഷ്ണു, നല്ല ചൂട്. എന്താ വേണ്ട? എനിക്കൊരു ഗ്രേപ്പ് ജ്യൂസ്. അപ്പോൾ ഇതാ കേട്ടില്ല ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞു, കുട്ടികൾക്കൊക്കെ വളരെ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു പോയിന്റ് ആണ് ഇവിടെ നിന്ന്. അപ്പോൾ കുട്ടികൾ റിലാക്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് അവർ ഈ ഓരോ ഈ ഒരു പ്രകൃതി രമണീയമായ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് വിശ്രമിക്കുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ബ്രില്യൻറ്റിലെ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സുകളും സ്നാക്സുകളും എല്ലാമാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ആകമാനമുള്ള ബ്രില്യൻറ്റിൻ്റെ എല്ലാ ക്യാമ്പസുകളിലും ഇത്തരത്തിലുള്ള ഫ്രൂട്ട് സ്റ്റാളുകളും ജ്യൂസ് കടകളും എല്ലാം നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇന്റർവൽ ടൈമിലും അതുപോലെ തന്നെ അവരുടെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരു സമയമൊക്കെ ചെലവഴിക്കുന്ന ഒരു ഏരിയയാണ്. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയമാകുമ്പോൾ ഇവിടെയൊക്കെ എപ്പോഴും തിരക്കാണ്, കുട്ടികളുടെ ഒരു തിരക്കാണ് അല്ലെ. അവരവരുടെ മോഡൽ എക്സാമുകളുടെ കാര്യം പരസ്പരം ഡിസ്കസ് ചെയ്യുന്നു, സംശയമുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം ഇരുന്ന് ചോദിക്കുന്നു. പിന്നെ അവർ പഠിക്കാൻ പോലും ഈ ഒരു സ്ഥലം വളരെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അത്ര ശുദ്ധവായു ഒക്കെ ശ്വസിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ അവരുടെ കാര്യങ്ങളെ എല്ലാം ക്രമീകരിക്കുന്നത്. ആൻഡ് യെസ്, തീർച്ചയായിട്ടും അപ്പോൾ ഈ 2024 റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികളെ കാത്ത് ഇത് ഒരു സജ്ജീകരണമാണ് ബ്രില്യൻറ്റിൻ്റെ. കാരണം നിങ്ങൾ ഏറ്റവും കംഫർട്ടായിട്ട് ഏറ്റവും സ്ട്രെസ് ഫ്രീ ആയിട്ട് വേണം ബ്രില്യൻറ്റിലെ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് നീങ്ങാൻ എന്നുള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള പല കാര്യങ്ങളുമാണ് ബ്രില്യൻറ്റിൻ്റെ എല്ലാ ക്യാമ്പസുകളിലും, വിഷ്ണു പറഞ്ഞതുപോലെ കേരളത്തിലുടനീളമുള്ള ബ്രില്യൻറ്റിലെ എല്ലാ ക്യാമ്പസുകളിലും സജ്ജമാക്കിയിരിക്കുന്നത്. നിരവധി ആളുകളാണ് എപ്പോഴും പറയാറുള്ളത് വളരെ എന്താ പറയുന്നത് ഭയങ്കര സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടാണ് അവരുടെ പഠനകാലം ഒരു വർഷക്കാലം ഇവിടെ ചെലവഴിക്കുന്നതെന്ന് നിരവധി വിദ്യാർത്ഥികളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ വെറും വിദ്യാധാരണയാണ്. ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ, അതായത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെൻറ്റേഴ്സ്, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഫസേഴ്സ്, അങ്ങനെ ഇവിടുത്തെ ഈച്ച് ആൻഡ് എവറി സ്റ്റാഫ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു വർഷക്കാലം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നിരവധി ഫെസിലിറ്റീസ്. യെസ്, ഇതാണ് നമ്മുടെ മെയിൻ ബ്ലോക്കിലെ പ്രധാന ക്യാൻറ്റീൻ. ഒരേ സമയം ഏകദേശം 3000-ഓളം ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അതിവിശാലമായ ക്യാൻറ്റീൻ സംവിധാനമാണ് മെയിൻ ബ്ലോക്കിലുള്ളത്. ബ്രില്യൻറ്റിലെ ക്യാൻറ്റീൻ ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് 1000 നാവാണ്. കാരണം കേരളത്തിലെ ഏറ്റവും നല്ല ക്യാൻറ്റീൻ ഭക്ഷണമാണ് ബ്രില്യൻറ്റ് ഉറപ്പുവരുത്തുന്നത്. ചെമ്പാവ് പുന്നില്ലിൻ ചോറ് നിന്റെ മുത്താരം മിന്നും. നമ്മുടെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേക ഫാൻ ബേസ് തന്നെയുള്ള ഒരു ഐറ്റം ഉണ്ട്. യെസ്, അതാണ് വിദ്യാർത്ഥികളുടെ എവർ ടൈം ഫേവറേറ്റ് ബ്രില്യൻറ്റ് പഫ്സ്. കേരളത്തിലെ തന്നെ ഏറ്റവും ടേസ്റ്റ് ഉള്ള പഫ്സ് ഒക്കെ എന്നൊക്കെയാണ് നമ്മുടെ ബ്രില്യൻറ്റ് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ പറയുന്നത് അല്ലേ വിഷ്ണു? യൂട്യൂബ് വ്ളോഗേഴ്സ് വരെ നമ്മുടെ പഫ്സിന്റെ ആരാധകരാണ് ജോർജ്. അപ്പൊ നമ്മുടെ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് നമ്മുടെ പഫ്സും കൂടിയാണല്ലേ? തീർച്ചയായും. പഠനത്തിന്റെയും പരീക്ഷകളുടെയും തിരക്കുകൾക്കിടയിലും എല്ലാ ആഘോഷങ്ങൾക്കായും ബ്രില്യൻ സമയം മാറ്റിവെക്കാറുണ്ട്. ആഘോഷങ്ങൾ എന്ന് വെച്ചാൽ ദേ ഇതാണ് ബ്രില്യന്റിന്റെ ആഘോഷം. പിന്നെ റിസൾട്ടുകളാണ് ബ്രില്യന്റിന്റെ മെയിൻ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കഴിഞ്ഞ 39 വർഷത്തെ വിജയ പാരമ്പര്യമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ
2024 റിപ്പീറ്റേഴ്സ് ബാച്ചിൽ കേരളത്തിലെമ്പാടുമുള്ള വിദ്യാർത്ഥികൾ ബ്രില്യന്റിലെ പല ജില്ലകളിലെ ക്യാമ്പസുകളിലേക്ക് കടന്നു വരുമ്പോൾ അവരെല്ലാവരെയും കാത്തിരിക്കുന്നത് ബ്രില്യന്റ് ക്രമീകരിച്ചിരിക്കുന്ന നിരവധി ഫെസിലിറ്റികളാണ്. സ്വാഭാവികമായിട്ടും ഒരു വർഷക്കാലം കൃത്യമായ തയ്യാറെടുപ്പിലൂടെ നീറ്റ് 2024 നേടിയെടുക്കാൻ സാധിക്കും വിധം ബ്രില്യന്റ് ടീം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. യെസ്, അപ്പോൾ പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ ABC ബ്ലോക്കുകളെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. നമ്മുടെ പുതിയ ഡയമണ്ട് ബ്ലോക്കിനെ പറ്റിയുള്ള ഒരു കിഡിലൻ ഡീറ്റെയിൽഡ് വീഡിയോ അണിയറയിലാണ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.